ചില പടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പടം ക്യാരക്ടർ ഡ്രിവണാന്ന് പറയും. അതിനർത്ഥം നമ്മളെ ഈ കഥാ സന്ദർഭം ഉണ്ടാവുന്നത് കഥാപാത്രം ആ തീരുമാനം എടുക്കുന്നുണ്ട്, അത് നമുക്ക് ജെന്യൂനായിട്ട് തോന്നും. ചില പടങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇതൊരു എഴുത്തുകാരന്റെ പടമെന്ന്, കൺവീനിയന്റ് റൈറ്റിംഗ്. അതായത് ഈ എഴുത്തുകാരന് ഈ ക്യാരക്ടർ ഇത് ചെയ്യണം, അതുകൊണ്ട് ആ കഥാപാത്രം ചെയ്യുന്നു. പക്ഷെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുറച്ചു നേരം കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനെ മനസ്സിലായി കഴിയുമ്പോൾ പറയും ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് എഴുത്തുകാരൻ എഴുതി വെച്ചോണ്ട് കഥാപാത്രം അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനത് എൻജോയ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് എന്റെ പ്ലോട്ട് ഡ്രിവൺ ആണ്. ഞാൻ എപ്പോഴും നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ എഴുതുമ്പോൾ എന്റെ മെയിൻ എഴുത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് പ്ലോട്ട് ഡ്രിവൺ. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ ബീറ്റ്സ് ഉണ്ട്, ഇന്ന പോയിന്റ്. അപ്പൊ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പൊ അതിന് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുള്ളി പറഞ്ഞ കൺവീനിയന്റ് റൈറ്റിംഗ് ഞാൻ ഉൾപ്പെടെ ചെയ്യാറുള്ളത് ബീറ്റ് 1 to ബീറ്റ് 2 എത്താൻ നമ്മൾ പല രീതികളുണ്ട്. അപ്പൊ ഈ കഥാപാത്രം ഇവിടുന്ന് ഇന്ന സാധനം ചെയ്യണം, പക്ഷെ അതിലേക്കുള്ള എഴുത്ത് കുറച്ച് കൺവീനിയന്റ് ആണ്, കുറച്ച് അതെന്താ എല്ലാം അങ്ങനെ വന്നല്ലോ എന്നൊരു കണ്ടോണ്ടിരിക്കുന്ന ഒരു സംശയം തോന്നും. അങ്ങനെ സംഭവിച്ചു. കൂടുതലും ചോദ്യം നീ ചോദിക്കണ്ടാ, പടം എൻജോയ് ചെയ്യുന്നുണ്ടോ, നീ കണ്ടാ മതി. ആ ക്യാരക്ടർ അവിടെ എത്തിയിട്ട് ചെയ്യുന്നത് കണ്ടോ, ഇപ്പൊ കണ്ടോ എന്നുള്ള സെറ്റപ്പിലാണ്.